ഹലോ കൂട്ടുകാരെ, എന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് എനിക്ക് നിങ്ങളോട് ഒരുപാട് സന്തോഷം പങ്കുവെക്കാനുണ്ട്. വെറും 15 ദിവസം കൊണ്ട് നമ്മുടെ കൊച്ചു കുടുംബത്തിൽ ഒത്തിരി സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ്. നമ്മൾ ചെയ്ത ഷോർട്സ് വീഡിയോകൾ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത, സബ്സ്ക്രൈബ് ചെയ്ത ഓരോരുത്തർക്കും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ അറിയിക്കുന്നു. പലരും എന്നോട് ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് സബ്സ്ക്രൈബേഴ്സ് കൂടിയത് എന്ന്. അതിന് ഞാൻ ചെയ്തത് കൃത്യമായി ദിവസവും ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന ചെറിയ വിവരങ്ങൾ അടങ്ങിയ ഷോർട്സ് വീഡിയോകൾ ചെയ്യുക എന്നതായിരുന്നു. നമ്മൾ നിരന്തരമായി ശ്രമിച്ചാൽ യൂട്യൂബ് നമ്മുടെ വീഡിയോസ് ഒരുപാട് ആളുകളിലേക്ക് എത്തിക്കും. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം. ഇന്ന് ഈ സന്തോഷം പങ്കുവെക്കുന്നതിനൊപ്പം ചരിത്രത്തെ സ്നേഹിക്കുന്ന എനിക്ക് ഏറെ പ്രിയപ്പെട്ട, നിങ്ങൾക്കും ഒരുപാട് അറിവും ചിന്തയും തരുന്ന ഇസ്ലാമിക ചരിത്രത്തിലെ മനോഹരമായ ഒരു കഥ കൂടി നിങ്ങളുമായി പങ്കുവെക്കാം എന്ന് കരുതി. നീതിമാനായ ഭരണാധികാരി ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ജീവിച്ചിരുന്ന കാലം. ജനങ്ങളുടെ പ്രയാസങ്ങൾ നേരിട്ടറിയാൻ രാത്രികാലങ്ങളിൽ വേഷപ്രച്ഛന്നനായി തെരുവുകളിലൂടെ നടക്കുന്നത് അദ്ദേഹത്തിന്റെ ഒരു ശീലമായിരുന്നു. ഒരു ദിവസം രാത്രിയിൽ അദ്ദേഹം തന്റെ സഹായിയായ അസ്ലമിനൊപ്പം മദീനയുടെ അതിർത്തിയിലൂടെ നടക്കുകയാണ്. പെട്ടെന്ന് ദൂരെ ഒരു ടെന്റിനുള്ളിൽ നിന്ന് ഒരു ചെറിയ വെളിച്ചവും കുട്ടികളുടെ കരച്ചിൽ ശബ്ദവും അദ്ദേഹം കേട്ടു. അന്വേഷിച്ചറിഞ്ഞു ചെന്ന ഉമർ റളിയല്ലാഹു അൻഹു കണ്ടത് സങ്കടകരമായൊരു കാഴ്ചയായിരുന്നു. അടുപ്പിൽ ഒരു പാത്രം വെച്ച് തീ കത്തിച്ചുകൊണ്ട് ഒരു ഉമ്മ ഇരിക്കുന്നുണ്ട്. അവരുടെ അരികിലിരുന്ന് വിശപ്പ് സഹിക്കാനാവാതെ മക്കൾ കരയുന്നുമുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു ആ ഉമ്മയോട് ചോദിച്ചു, ഉമ്മ, എന്താണ് ഈ കുട്ടികൾ കരയുന്നത്? അടുപ്പിൽ എന്താണ് വേവിക്കുന്നത്? ആ ഉമ്മ സങ്കടത്തോടെ മറുപടി പറഞ്ഞു, അവർ വിശപ്പ് സഹിക്കവയ്യാതെ കരയുകയാണ്. അവരെ ഉറക്കാൻ വേണ്ടി ഞാൻ അടുപ്പിലെ പാത്രത്തിൽ കുറച്ച് വെള്ളവും കല്ലുകളും ഇട്ട് തിളപ്പിക്കുകയാണ്. ഭക്ഷണം വേവുന്നുണ്ട് എന്ന് കരുതി അവർ കാത്തിരുന്ന് ഒടുവിൽ ഉറങ്ങിക്കൊള്ളും. ഞങ്ങൾ ഈ അവസ്ഥയിലായിട്ടും ഞങ്ങളുടെ ഖലീഫ ഉമർ ഞങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നില്ലല്ലോ. തന്റെ മുന്നിൽ നിൽക്കുന്നത് ജനങ്ങളെ ഭരിക്കുന്ന ഖലീഫ ഉമർ ആണെന്ന് ആ ഉമ്മയ്ക്ക് അറിയില്ലായിരുന്നു. ഇത് കേട്ട ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ നെഞ്ച് തകർന്നുപോയി. കണ്ണുകൾ നിറഞ്ഞു. അദ്ദേഹം ഒട്ടും സമയം കളയാതെ നേരെ ബൈത്തുൽ മാലിലേക്ക് ഓടിച്ചെന്നു. അവിടെ നിന്ന് ഒരു ചാക്ക് മാവും ഭരണിയും സ്വന്തം ചുമലിലേറ്റി അദ്ദേഹം ആ ഉമ്മയുടെ അടുത്തേക്ക് നടന്നു. സഹായി അസ്ലം അത് വാങ്ങാൻ നോക്കിയപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അരുത് അസ്ലം, പരലോകത്തെ വിചാരണ നാളിൽ എന്റെ ഭാരം നീ ചുമക്കുമോ? ആ ഉമ്മയുടെ അടുത്തെത്തിയ ഉമർ റളിയല്ലാഹു അൻഹു സ്വന്തം കൈകൊണ്ട് അടുപ്പിൽ ഊതിക്കെത്തിച്ച് മാവ് കുഴച്ച് അവർക്ക് ഭക്ഷണം പാകം ചെയ്തു നൽകി. ആ കുട്ടികൾ വയറു നിറയെ കഴിച്ച് സന്തോഷത്തോടെ ഉറങ്ങുന്നത് കണ്ട ശേഷമാണ് ആ മാതൃകാ ഭരണാധികാരി അവിടെ നിന്ന് മടങ്ങിയത്. നോക്കൂ കൂട്ടുകാരെ, എത്ര വലിയ ഭരണാധികാരിയായിരുന്നിട്ടും ജനങ്ങളുടെ വിശപ്പറിഞ്ഞ് സ്വന്തം ചുമലിൽ ആഹാരം എത്തിച്ച ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം ഇന്നും നമുക്കൊരു വലിയ പാഠമാണ്. ഇതുപോലെയുള്ള മനോഹരമായ ഒരുപാട് ചരിത്രങ്ങളും കഥകളും ഇനിയും ലോങ് വീഡിയോകളായി നമ്മുടെ ചാനലിലൂടെ വരുന്നുണ്ട്. നമ്മുടെ ഈ സബ്സ്ക്രൈബേഴ്സ് കുടുംബം ഇനിയും വലുതാകണം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ഒരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം.